കൃത്രിമ തടാകങ്ങൾ, കൃത്രിമ മഞ്ഞുമലകൾ, മനുഷ്യരെ പരിചരിക്കുന്ന റോബോട്ടുകൾ, സ്കൂളുകൾ, വിനോദ മേഖലകൾ, ഹൈസ്പീഡ് മെട്രോ പോലുള്ള ഗതാഗത മാർഗങ്ങൾ, ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ്. കേട്ടിട്ട് ഏതെങ്കിലും സൈഫൈ സിനിമ സീൻ ആണെന്ന് തോന്നുമെങ്കിലും ഇതല്ല. സൗദി അറേബ്യയുടെ മിഷൻ 2030യുടെ ഭാഗമായി വരുന്ന നിയോം സിറ്റിയെ കുറിച്ചാണ് നമ്മൾ പറയുന്നത്. അറബിക്കഥകളിലേതുപോലുള്ള ഒരു അത്ഭുത ലോകമാണ് 9 ബില്യൺ ആളുകൾക്ക് താമസിക്കാൻ കഴിയുന്ന ഈ പ്രോജക്റ്റിൽ നമ്മളെ കാത്തിരിക്കുന്നത്. തൊഴിലവസരങ്ങളുടെ കാര്യമാണെങ്കിൽ പറയുകയേ വേണ്ട. ഒന്ന് ശ്രമിച്ചാൽ തൊഴിലവസരങ്ങളുടെ ഒരു പെരുന്നാൾ തന്നെയാണ് നിങ്ങളെ ഇവിടെ കാത്തിരിക്കുന്നത്. അതിലേക്ക് പോകും മുമ്പ്, എന്തിനായിരിക്കും $500 ബില്യൺ മുടക്കി ഇത്ര വലിയൊരു സിറ്റി സൗദി നിർമ്മിക്കുന്നത്? ക്രൂഡ് ഓയിൽ വ്യവസായമാണ് സൗദി ഇത്രയധികം സമ്പന്നതയിൽ എത്തിച്ചിട്ടുള്ളതെന്ന് എല്ലാവർക്കും അറിയാം. വരും വർഷങ്ങളിൽ ക്രൂഡ് ഓയിലിനെ മാത്രം ഡിപ്പെൻഡ് ചെയ്യാതെ പൂർണ്ണമായും റിന്യൂവബിൾ എനർജി അല്ലെങ്കിൽ സോളാർ എനർജി, വിൻഡ്, ഹൈഡ്രജൻ ബേസ്ഡ് പവർ ജനറേഷൻ, അങ്ങനെ ഒരു സീറോ എമിഷൻ കാർബൺ പോസിറ്റീവ് എക്കോസിസ്റ്റം ബിൽഡ് ചെയ്യുക, ഇതാണ് നിയോം സിറ്റി പ്രോജക്റ്റിലൂടെ ഉണ്ടാവുക. ഏകദേശം 10ഓളം പ്രോജക്ട്സ് ആണ് നിയോം സിറ്റിക്ക് കീഴിൽ വരുന്നത്. ഇതിൽ 4 പദ്ധതികളാണ് സൗദി പുറത്തുവിട്ടിട്ടുള്ളത്. ആദ്യത്തേതും ഏറ്റവും വലുതുമായ പദ്ധതിയാണ് ദ ലൈൻ എന്ന 170 കിലോമീറ്റർ നീളത്തിൽ നേർരേഖയിൽ നിർമ്മിക്കുന്ന നഗരം. കാറുകൾ ഒന്നും ഉണ്ടാകില്ല എന്നതാണ് ഇവിടുത്തെ വലിയൊരു പ്രത്യേകത. കാർബൺ എമിഷൻ കുറയ്ക്കാൻ ഹൈസ്പീഡ് ട്രെയിനുകളാണ് ഇവിടെ ഉണ്ടാവുക. 90 ലക്ഷം ആളുകൾക്ക് ഇവിടെ ജീവിക്കാനാണ്. പകുതി സമുദ്രത്തിലും പകുതി കരയിലുമായി നിർമ്മിക്കുന്ന വ്യാവസായിക നഗരമായ ഒക്സാഗൺ ആണ് രണ്ടാമത്തെ. സൂയിസ് കനാലിന് അടുത്താണ് ഈ സിറ്റി വരുന്നത്. അതുകൊണ്ട് തന്നെ ഭാവിയിൽ സൗദിയുടെ വ്യാവസായിക മേഖല കുതിച്ചുയരാൻ ഒക്സാഗൺ കാരണമാണ്. പിന്നെ രാജ്യത്തെ ഏറ്റവും ഉയരം കൂടിയ തബൂക്കിലെ പർവ്വതനിരകളിലായി നിർമ്മിക്കപ്പെടുന്ന വിനോദസഞ്ചാര സമുച്ചയമായ ട്രോജനാണ്. 0 ഡിഗ്രിയിൽ താഴെയാണ് ഇവിടുത്തെ കാലാവസ്ഥ. 2029 ഏഷ്യൻ വിന്റർ ഗെയിംസ് ട്രോജനിൽ വെച്ചാണ് നടക്കുന്നത്. അവസാനത്തേത് ദ്വീപുകളിലായി നിർമ്മിക്കുന്ന ടൂറിസ്റ്റ് ഡെസ്റ്റിനേഷനായ സിൻഡാല. ലക്ഷറി റിസോർട്ടുകൾ, ബീച്ചുകൾ, ആഡംബര നൗകകൾ എന്നിങ്ങനെ ടൂറിസ്റ്റുകളെ ആകർഷിക്കുന്ന എല്ലാം ഇവിടെയുണ്ട്. പക്ഷേ സിൻഡാലയുടെ പ്രധാന സവിശേഷത റെഡ് സീയിലാണ് ഇത് സ്ഥിതി ചെയ്യുന്നത് എന്നതാണ്. അതുകൊണ്ട് തന്നെ ലോകത്ത് എവിടെയും കാണാൻ കഴിയാത്ത 600-ലധികം മറൈൻ സ്പീഷീസുകൾ ഇവിടെ ഉണ്ട്. മറക്കണ്ട, 2039 നിർമ്മാണം പൂർത്തിയാകുന്ന നിയോം പദ്ധതി തുറന്നു തരുന്ന അവസരങ്ങൾ നിരവധിയാണ്. ക്വാണ്ടിറ്റി സർവേയിങ്, മെക്കാനിക്കൽ, ഇലക്ട്രിക്കൽ, പ്ലംബിംഗ് മേഖലകൾ, അങ്ങനെ ഒരുപാട് ഓപ്പർച്യൂണിറ്റീസ് ഇവിടെ ഉണ്ടാകും. അപ്സ്കിൽ ചെയ്ത് അപ്ലൈ ചെയ്താൽ സൗദിയുടെ ഈ സ്വപ്ന പദ്ധതിയുടെ ഭാഗമാകാൻ നിങ്ങൾക്കും കഴിയും. എൻട്രിയുടെ അപ്സ്കില്ലിംഗ് കോഴ്സുകളെ കുറിച്ച് അറിയാൻ ഡിസ്ക്രിപ്ഷനിലുള്ള ഗൂഗിൾ ഫോം ഫില്ല് ചെയ്യും.